പക്ഷേ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു, 15 വിഷയങ്ങൾ എന്റെ ഉമ്മത്തിൽ സംഭവിച്ചാൽ നിങ്ങൾക്ക് അപകടങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കണം. എന്റെ സമുദായത്തിന്റെ പൊതുമുതലുകൾ ആളുകളിൽ നിന്ന് പിരിച്ചെടുത്ത് കൊണ്ടുവരുന്നത് നിങ്ങൾ ധൂർത്തടിക്കുകയാണെങ്കിൽ, സമുദായത്തിന്റെ പൈസ കൊണ്ട് നിങ്ങൾ സ്വന്തം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഒരു സമുദായത്തിന്റെ പൊതുവായ സമ്പത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു മനുഷ്യനെയും കാശിന്റെ വിഷയത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല, സാമ്പത്തിക ഇടപാടിൽ വിശ്വസിക്കാൻ പറ്റില്ല. പറ്റിച്ചു കളയും, നിസ്കാര തഴമ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കാശ് കയ്യിൽപ്പെട്ടാൽ പിന്നെ തിരിച്ചു കിട്ടുന്ന ഒരു ലക്ഷണവുമില്ല. വിശ്വാസ വഞ്ചന ചെയ്യുന്ന ആളുകളാണ് ജനങ്ങളെങ്കിൽ, മുത്തനബി തങ്ങൾ പറയാം, 15 വിഷയം പറഞ്ഞു. സകാത്ത് കൊടുക്കാൻ അർഹതയുള്ള ആളുകൾ, കൊടുക്കേണ്ട ആളുകൾ സകാത്ത് കൊടുക്കാതെ പാവപ്പെട്ടവന്റെ അവകാശം പിടിച്ചു വെക്കുകയാണെങ്കിൽ, അല്ലാഹുവിനനുസരിച്ച് ജീവിക്കാനല്ലാതെ മതപഠനം ഒരു വ്യവസായമായി കൊണ്ടു നടക്കുന്ന കാലം വന്നാൽ, മുതഅല്ലിമീങ്ങൾ, മതവിദ്യാർത്ഥികൾ, മുഅല്ലിമീങ്ങൾ, മുദർരിസുമാർ, വാഇദീങ്ങൾ, പ്രഭാഷകന്മാർ, വഅദ് പറയുന്ന ആളുകൾ, പണ്ഡിതന്മാർ, ഇവരെല്ലാം വിദ്യാഭ്യാസം, ഇൽമെന്ന് പറയുന്ന ദീനിന്റെ ഇൽമ് സമ്പത്തുണ്ടാക്കാനുള്ള സ്രോതസ്സാക്കി മാറ്റിക്കഴിഞ്ഞാൽ, ഒരു പെണ്ണിനെ തന്റെ ഭാര്യ പറഞ്ഞത് മാത്രം കേട്ടു നടക്കുകയും തന്റെ ഉമ്മയെ, ഉപ്പയെ, തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ വേദനിപ്പിക്കുകയും തന്റെ പിതാവിനെ ആട്ടിയോടിക്കുകയും ചെയ്താൽ, അല്ലാഹുവിന്റെ റസൂൽ പറയാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജന്മം തന്ന് പോറ്റു വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മയുടെ ഭാഗം കേൾക്കാതെ തന്റെ ഭാര്യയുടെ ഭാഗം മാത്രം കേട്ട് തെറ്റും ശരിയും മനസ്സിലാക്കാതെ കല്യാണം കഴിഞ്ഞതിൽ പിന്നെ ഭാര്യയെ അന്ധമായി വിശ്വസിക്കുന്നത്, ഭാര്യയോട് വിശ്വാസവഞ്ചന വേണ്ട, ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. അവളെ വിശ്വസിക്കരുത് എന്നല്ല പറഞ്ഞത്. പക്ഷേ അവൾ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ തന്റെ ഉമ്മക്കെതിരെ, ഉപ്പക്കെതിരെ പറയുമ്പോൾ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന അവസ്ഥ ഭർത്താക്കന്മാരിൽ ഉണ്ടാവരുത്. വിഷയങ്ങൾ അവർ പഠിക്കണം. ഉമ്മയോട് പിണങ്ങുകയും പ്രിയപ്പെട്ട ഉപ്പയെ ആട്ടിയോടിക്കുകയും തന്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയും, സൗഹൃദ ബന്ധം, ഫേസ്ബുക്കിൽ 2000 സുഹൃത്തുക്കൾ, 20,000 സുഹൃത്തുക്കള്, പക്ഷേ തന്റെ പെങ്ങളോട് മിണ്ടില്ല, ജ്യേഷ്ഠനോട് മിണ്ടാറില്ല, പാപ്പയോട് പിണക്കത്തിലാണ്, ഉമ്മയോട് പിണക്കത്തിലാണ്, നാട്ടിലാണെങ്കിലോ ആയിരക്കണക്കിന് സുഹൃത്തുക്കളും. ഇതാണ് അവസ്ഥയെങ്കിൽ പേടിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വശുരിബത്തിൽ ഖുമൂർ, മദ്യപാനം വ്യാപകമായി കഴിഞ്ഞാൽ, മയക്കുമരുന്ന് സാർവത്രികമായി കഴിഞ്ഞാൽ, ഒരു നിയമപാലകർക്കും പോലീസിനും നിയമത്തിനും ഇടപെടാനോ പിടിക്കാനോ സാമൂഹിക ദ്രോഹികളെ പിടിച്ചുകെട്ടാനോ കഴിയാത്ത വിധം നമ്മുടെ ക്യാമ്പസുകളിലേക്ക്, മദ്രസകളിലേക്ക്, സ്കൂളുകളിലേക്ക്, കോളേജ് ക്യാമ്പസുകളിലേക്ക്, ഹോസ്റ്റലുകളിലേക്ക് മയക്കുമരുന്ന് ഒഴുകി വരുന്നത് കണ്ടിട്ടും തടയാനുള്ള ചങ്കൂറ്റമില്ലാതെ തിന്മയെ തടയാതിരിക്കുകയും നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ലഹരി മരുന്നുകൾക്ക് അടിമകളായി മാറിക്കഴിഞ്ഞാൽ, ശുദിബത്തിൽ ഖുമൂർ വത്തുഖിദത്തിൽ ഖൈനാതു വൽ മആസിഫ്, പാട്ടുപാടുന്ന പെൺകുട്ടികൾ സ്റ്റേജുകളിൽ പ്രത്യക്ഷപ്പെടുകയും മ്യൂസിക് ഇൻസ്ട്രുമെന്റുകൾ വർദ്ധിക്കുകയും ചെയ്താൽ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വത്തഖദത്തിൽ ഖൈനാതു വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങളും പാട്ടുപാടുന്ന പെണ്ണുങ്ങളും വർദ്ധിച്ചാൽ, പാട്ടുപാടുന്നത് തെറ്റായത് കൊണ്ടല്ല, മോശമായ പാട്ടുകൾ, നല്ല പാട്ടുകളാവട്ടെ, പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾ സ്റ്റേജിൽ വന്ന് അന്യ പുരുഷന്മാരുടെ മുമ്പിൽ നിന്ന് പാടുന്നത് ഇസ്ലാം നിഷിദ്ധമാക്കിയത്, പാടില്ലാത്തത്. ഇത് നിങ്ങൾ വർദ്ധിച്ചാൽ ആരിൽ? ഈ ഉമ്മത്തിൽ, മുസ്ലിമീങ്ങളിൽ. നമ്മളതിന് മാപ്പിളപ്പാട്ട് എന്ന് പേര് പറയും. മാപ്പിളപ്പാട്ട് പാടാൻ വന്ന പെണ്ണ എന്ന് പറയും. എന്നിട്ട് പുരുഷന്മാരൊക്കെ വായിക്ക് നോക്കിയിരിക്കുക. ഇൻസ്ട്രുമെന്റുകൾ, മ്യൂസിക് ഇൻസ്ട്രുമെന്റുകളുടെ ഉപയോഗം വർദ്ധിച്ചു കഴിഞ്ഞാൽ, മൊബൈൽ ഫോണിലൊക്കെയാണ് കീബോർഡ്, മ്യൂസിക് കീബോർഡുകൾ വന്നിട്ടുള്ളത്. ചില ആപ്പുകളൊക്കെ അങ്ങനെയാണ്, കമ്പോസ് ചെയ്യാൻ പറ്റും മ്യൂസിക്.
ഒരു മനുഷ്യന്റെ ഉപദ്രവം പേടിച്ചൊരു മനുഷ്യനെ ബഹുമാനിക്കേണ്ട ഗതികേടുണ്ടായാൽ, ഒരു മനുഷ്യന്റെ ഉപദ്രവം പേടിച്ചിട്ട് അയാളെ ബഹുമാനിക്കേണ്ടി വന്നാൽ, ഒരു കുടുംബനാഥൻ ആ കുടുംബത്തിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യനായി മാറുമ്പോൾ, വ്യഭിചാരവും തോന്നിവാസവും വഞ്ചനയും നെറുകേടുമെല്ലാം കൊണ്ടു നടക്കുന്ന ആളാണ് വീട്ടിലെ കാരണവരെങ്കിൽ, ഒരു സമുദായത്തിന്റെ മുഴുവൻ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്, അധികാരത്തിലേക്ക് വരുന്നത് അവരിൽ ഏറ്റവും മോശമായ പ്രവർത്തനം ചെയ്ത ആളുകളാണെങ്കിൽ, അല്ലാഹുവിന്റെ പള്ളികൾ ബഹളോന്മുഖമായി മാറിക്കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ പള്ളികളിൽ സംഘടനകൾ ഉണ്ടാകുമ്പോൾ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് വെച്ച് കത്തിക്കുത്തും പരസ്പരമുള്ള സംഘടനകളും ബഹളങ്ങളും, മിഹ്റാബിൽ വെച്ചും പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട അല്ലാഹുവിന്റെ മസ്ജിദുകളിൽ വെച്ച് നടന്നാൽ, ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ ചെയ്ത നന്മകൾ ശരിയല്ലെന്നും, ഈ ഉമ്മത്തിന്റെ മുൻഗാമികളുടെ പക്ഷം തെറ്റായിരുന്നുവെന്നും 21-ാം നൂറ്റാണ്ടിൽ വരുന്ന ആളുകൾ പറയാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് അന്നേരം കാണാൻ കഴിയും, ഭൂമിയിലേക്ക് ആളുകൾ ആഴ്ത്തപ്പെടുന്ന അത്ഭുതങ്ങൾ കാണാം. മനുഷ്യന്റെ മുഖരൂപം പോലും മാറപ്പെടുന്ന, ആകാശലോകത്ത് നിന്ന് ശുദ്ധമായ മഴ പെയ്യേണ്ടതിന് പകരം ചരൽക്കല്ലുകൾ മഴ പെയ്യുന്നത്, ഹെയിൽ സ്റ്റോമുകൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. തുടരെയായ പരീക്ഷണങ്ങൾ നിങ്ങളെ പിടികൂടുന്നത് കാണാൻ കഴിയും. ഏതുപോലെ ഒരു മാലയുടെ മുത്തുമാലയുടെ നൂലറ്റുപോയാൽ, ആ നൂലറ്റുപോയാൽ മുത്തുമണികൾ ഒന്നൊന്നായി താഴെ വീഴുന്ന പോലെ പരീക്ഷണങ്ങൾ നിങ്ങളെ പിടികൂടുന്നത് നിങ്ങളുടെ സംസ്കാരത്തിൽ മാറ്റമുണ്ടാകുമ്പോഴാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പരിശുദ്ധമായ മദീനയിൽ അന്നൊരു ഭൂകമ്പം ഉണ്ടായപ്പോ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി വന്നു. ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി വന്ന് ഖുത്ബയോതി പറഞ്ഞു, സുഹാബികളെ ഞാൻ ഉമർ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഒരു ഭൂകമ്പമോ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒരു നാശമോ മനുഷ്യ കൈകൾക്ക് കടത്തലില്ലാത്ത, മനുഷ്യൻ ഇടപെടാൻ കഴിയാത്ത വിധം ഒരു ശിക്ഷയായി അല്ലാഹു എന്തെങ്കിലും ഭൂമിയിൽ കൊണ്ടുവരുന്നത് ആ നാട്ടുകാർ ചെയ്യുന്ന ഒരു തിന്മ കൊണ്ടല്ലാതെ സംഭവിക്കുകയില്ലെന്ന് ലോകത്തിന്റെ ഗുരു ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മദീനയിലെങ്ങാനും ഇനിയൊരു ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ ഉമർ ഒരിക്കലും പിന്നെ മദീനയിൽ താമസിക്കുകയില്ല. ഇനിയൊരു ഭൂകമ്പം വന്നാൽ ഉമർ മദീന വിട്ടു പോകുമെന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു താക്കീത് ചെയ്യുകയായിരുന്നു. ഇനിയൊരു ഭൂകമ്പം എന്നെ കൊണ്ട് കാണാൻ കഴിയില്ല. മദീനയിൽ ഒരു ചെറിയ ഭൂകമ്പം ഉണ്ടായപ്പോൾ, ഇതുണ്ടാകുന്നത് മനുഷ്യന്റെ തിന്മ കൊണ്ടാണ്. ആര് പറയാ? വഹി വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളല്ല പറയണം, അള്ളാന്റെ റസൂലായി പറയുന്നത്. അതുകൊണ്ട് ഹരീസുൻ അലൈക്കും, നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് നബി തങ്ങൾ ഈ പറയുന്നത്, ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുന്നത് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ റോഡ് പണി നടക്കുന്നുണ്ട്, ശ്രദ്ധിച്ചു പോവണം. അവിടെ കുഴിയുണ്ട്, ഗട്ടറുണ്ട്, ഹമ്പുകളുണ്ട്, കൊക്കയാണ്, കൈവരിയില്ലാത്ത പാലം വരുന്നുണ്ട് എന്നൊരാൾ പറഞ്ഞു തരുന്നത് സ്നേഹം കൊണ്ടാണ്. ചെന്ന് ചാടിയിട്ടല്ലോ പറയേണ്ടത്, ഇങ്ങനെ വന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ നരകത്തെ സംബന്ധിച്ച് പറഞ്ഞതിന്റെ ശേഷം സൂറത്തുർ റഹ്മാനിൽ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, നരകത്തിന്റെ ശിക്ഷ പറഞ്ഞിട്ട് അല്ലാഹു തആല അല്ലാഹുവിന്റെ ഏത് അനുഗ്രഹമാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? നരകം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ അനുഗ്രഹമോ? നരകം പറഞ്ഞു തരുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നരകശിക്ഷയുണ്ട് കേട്ടോ. അത് കാരുണ്യവാനാണ് പറഞ്ഞു തരാൻ കഴിയുക, അല്ലെങ്കിൽ ചെന്ന് ചാടിയിട്ടല്ലേ അറിയൂ.
അതുകൊണ്ട് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കുടുംബത്തിൽ നിന്ന് ഇതാ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. വദാനായ സുബുൽ ഖത്മുർ റസൂൽ മൗലായ കുൽ ജിസ്നെ ഗുബാർ റാഹ് കോ ബഖ്ശാ ഫറൂഗെ വാദിയെ സീനാ. വദാനായ സുബുൽ ഖത്മുർ റസൂൽ മൗലായ കുൽ ജിസ്നെ ഗുബാർ റാഹ് കോ ബഖ്ശാ ഫറൂഗെ വാദിയെ സീനാ. ലോകത്ത് ബുദ്ധിമാനികളിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്മാരുടെ അന്തിമ കണ്ണിയാണ് മൗലായ കുൽ, എല്ലാവർക്കും നേതാവായി വന്നോരാണവർ. ജിസ്നെ ഗുബാറെ റാഹ് കോ ബഖ്ശാ ഫറൂഗെ വാദിയെ സീനാ, അന്ധകാരം നിറഞ്ഞ ഇരുൾ പുരണ്ട വിവരമില്ലായ്മയുടെയും അന്ധകാരത്തിന്റെയും കാലഘട്ടത്തിന് പ്രവാചകൻ സമ്മാനിച്ചത് സീനാ മലമുകളിൽ പ്രത്യക്ഷപ്പെട്ട പ്രകാശമാണ്, അള്ളാഹുവിന്റെ നൂറാണ്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. നമുക്ക് ഉപകാരമുള്ളതേ അള്ളാഹു ഹലാലാക്കിയിട്ടുള്ളൂ, ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഉപദ്രവമുള്ളതേ അള്ളാഹു അരുത്, വേണ്ട എന്ന് പറഞ്ഞത് നമുക്ക് പറ്റാത്തത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വിൻഫാനി മിൻ ഉമ്മതി ലമ്മറഹുമാ, എന്റെ സമുദായത്തിലെ 2 വിഭാഗം ആളുകളെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, അവർ വരാൻ പോകുന്നവരാണ്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അവർ വരും ഈ ലോകത്ത്. ഖൗമുൻ മഅഹും സിയാസുൻ കാദിനാബിൽ ബഖർ, ജനങ്ങളെ ചാട്ടവാറ് കൊണ്ട് അടിക്കുന്ന നിയമപാലകന്മാർ, ജനങ്ങളെ ചാട്ടവാറ് കൊണ്ട് അടിക്കുന്ന ആളുകൾ, ജനങ്ങളെ പ്രഹരിക്കുന്ന പോലീസുകാർ, ജനങ്ങളെ ചാട്ടവാറ് കൊണ്ടടിക്കുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ എൻ്റെ കാലശേഷം വരാൻ പോകുന്നുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വനിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മായിലാതുൻ മുമീലാത്ത്, ഒരു വിഭാഗം സ്ത്രീകളും ലോകത്ത് വരാനുണ്ട്, ഞാൻ കണ്ടിട്ടില്ല അവര് വരും. മായിലാതുൻ മുമീലാതുൻ, അവർ സ്വമേധയാ പുരുഷന്മാരിലേക്ക് ആകൃഷ്ടരാവാൻ ഇഷ്ടപ്പെടുന്നവരാണ്, പുരുഷന്മാരെ തങ്ങളിലേക്ക് ആകൃഷ്ടരാക്കുന്നവരാണവർ. മുമീലാതുൻ കാസിയാതുൻ ആരിയാത്ത്, അവർക്ക് വസ്ത്രമുണ്ടെങ്കിൽ തന്നെയും ആ വസ്ത്രം ഇടാത്തതുപോലെ തന്നെയാണ്. ശരീര വർണ്ണന നടത്തുന്ന, ശരീരം എടുത്തു കാണിക്കുന്ന വസ്ത്രം ധരിക്കുന്നവരാണവർ. അവര് തലമറക്കുന്നവരാണെന്നാൽ അവരുടെ തലമുടി മേലോട്ട് ഉയർത്തി വെച്ചിട്ട് ഒരു പ്രത്യേകതരം ഹെയർ സ്റ്റൈൽ കൊണ്ട് നടക്കുന്നവരാണ്. ഒട്ടകം നടക്കുമ്പോൾ ഒട്ടകത്തിന്റെ പുറത്തുള്ള പൂഞ്ഞ ആടുന്ന പോലെ തലമുടിയുടെ ഈ കുടുമ ആട്ടി നടക്കുന്ന ഒരു വിഭാഗം പെണ്ണുങ്ങൾ വരുന്നുണ്ട്. അവരുടെ വസ്ത്രം അത് ധരിക്കാത്തതിന് തുല്യം. അവർ പുരുഷന്മാരെ ആകൃഷ്ടരാക്കാൻ ഉദ്ദേശിക്കുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ്. ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗത്തിലേക്കുള്ളവരല്ല. വലാ യജിദിന റീഹഹാ, അതിന്റെ സുഗന്ധം പോലും അവർക്ക് ലഭിക്കുകയില്ല. എന്നാൽ അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ സഹോദരിമാരുടെ, നമ്മുടെ വിദ്യാർത്ഥിനികളുടെ വസ്ത്രവിധാനങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിബിതങ്ങൾ താക്കീത് ചെയ്തു, സ്നേഹം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആയി പോവല്ലേ. മുത്തനബിതങ്ങൾ നിങ്ങളോട് സ്നേഹമുണ്ട്. നിങ്ങൾക്കൊരു വിഷമം വരുന്നത് പ്രവാചകർക്ക് സഹിക്കാൻ കഴിയൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു പരാമർശം ഓതുകയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ. അല്ലാഹുവേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, റബ്ബി,
എന്റെ രക്ഷിതാവേ. ഇബ്രാഹിം നബി ജനിച്ചത് ഇറാഖിലാണ്, ഊറിലാണ്. ഇബ്രാഹിം നബിയുടെ ഖബറുള്ളത് ഫലസ്തീനിലാണ്. ഇന്നത്തെ ഇസ്രായേൽ ഭരണം നടക്കുന്ന ഹിബ്രോൺ എന്ന് പറയുന്ന അൽ ഖലീൽ എന്ന അറബിയിൽ പറയുന്ന ഒരു വലിയ പള്ളിയുടെ അകത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖബറുള്ളത്. സിയാറത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാഹു നമ്മളെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. നമുക്ക് പറയും, എവിടെയായിരിക്കും ഇബ്രാഹിം നബി? ഭൂമിയിൽ ജീവിച്ചു പോയവരാണ് അവരൊക്കെ. ഇറാഖിൽ ജനിച്ചു, ഈജിപ്തിൽ വന്നു, ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിൽ വന്നു, ഫലസ്തീനിൽ നിന്ന് കഅബ ഉണ്ടാക്കാൻ വേണ്ടി വന്ന് തിരിച്ചുപോയി, മകനിറക്കാൻ വേണ്ടി വന്ന് തിരിച്ചുപോയി, പിന്നെയാണ് കഅബ പണിയാൻ വേണ്ടി വരുന്നത്. അത് കഴിഞ്ഞ് ഇസ്മായിൽ നബിയെ കാണാൻ വേണ്ടി വന്നു, കണ്ടില്ല, ഭാര്യയെ തിരിച്ചുപോയി, വീണ്ടും വന്നു, അന്നും കാണാൻ പറ്റിയില്ല, തിരിച്ചുപോയി. അങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്ത ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് നാളെ പരലോകത്ത് പറയും, അല്ലാഹുവേ റബ്ബി ഇന്നഹുന്ന, ഈ ബിംബങ്ങൾ അദ്ലൽന കസീറൻ മിനന്നാസ്, ഒരുപാട് ആളുകളെ വഴിതെറ്റിച്ചിട്ടുണ്ട് റബ്ബേ, അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഇബ്രാഹിം നബിയുടെ കാലം മെസപ്പൊട്ടേമിയയിൽ, ബാബിലോണിയയിൽ ബിംബാരാധന നടക്കുന്ന നാടാണ്. ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ് എന്ന് പറഞ്ഞു, അല്ലാഹുവേ ഒരുപാട് ആളുകളെ വഴിതെറ്റാൻ ഇടയായിട്ടുണ്ട്. ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി, അല്ലാഹുവേ ഇവരിൽ ആരൊക്കെയാണോ എന്നെ പിൻപറ്റിയത് അവരെന്റെ ആളുകളാണ്. എന്നാൽ ബിംബാരാധനയിൽ തുടർന്നു പോയ ആളുകൾ, വമൻ അസാനി, എന്നെ അനുസരിക്കാതെ ബിംബാരാധനയിൽ തന്നെ നിലനിന്നു പോയി മരിച്ചുപോയ ആളുകൾ, അവർക്ക് പുറത്തു കൊടുക്കാൻ നീ കഴിവുള്ളവനാണ്. നീ അവർക്ക് മാപ്പ് ചെയ്യുകയാണെങ്കിൽ നിന്റെ അധികാരത്തിന് വല്ല കുറവും വരുമോ എന്ന രീതിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നാളെ പരലോകത്ത് പറയുമത്രേ. ഈസ നബി അലൈഹിസ്സലാമിന്റെ വാക്കും ഓതുന്നു നബി തങ്ങൾ, അല്ലാഹുവേ എന്റെ ജനങ്ങളോട് ഈസ എന്ന എന്നെ ആരാധിക്കണമെന്നോ ഞാനും എന്റെ ഉമ്മയും ദൈവമാണെന്നോ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അല്ലാഹുവേ ഖുൽതുഹു അലിംത, ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കതറിയാമല്ലോ. അല്ലാഹുവേ ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക, എന്നെ ദൈവമായി പൂജിച്ച, ദൈവത്തിന് മകനുണ്ട് എന്ന് പറയുകയും വിശ്വസിക്കുകയും ചെയ്ത ആളുകൾ, അവരെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, നിന്റെ അടിമകളാണ് മനുഷ്യർ. അതല്ല, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഇന്നക അൻതൽ അസീസുൽ ഹകീം, ബിംബാരാധന നടത്തിയവർക്ക് പോലും നീ മാപ്പ് ചെയ്യുകയാണെങ്കിൽ നിനക്കതിന് സാധിക്കുമല്ലോ, നിന്റെ അധികാരത്തിന് വല്ല കുറവും വരുമോ എന്ന് ഈസ നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബിയും പറയുന്ന ഭാഗം ഓതിയപ്പോ ഫബകാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ കരയുകയായിരുന്നു. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മത്തി ഉമ്മത്തി, എന്റെ അനുയായികളെ സംബന്ധിച്ച് ഞാൻ എന്താണ് നാളെ പറയുക? എന്റെ അനുയായികളെ കുറിച്ച് ഞാൻ എന്ത് പറയും? എന്റെ കാലശേഷം വന്നവർ, എന്നാൽ വ്യഭിചരിച്ചവർ, മദ്യപാനം ചെയ്തവർ, ആളുകളെ വഞ്ചിച്ചവർ, സമ്പത്ത് കൊണ്ട് കടന്നു കളഞ്ഞവർ, കുടുംബത്തെ പിണക്കിയവർ, ആളുകൾ ശത്രുതയുണ്ടാക്കിയവർ, ഇവർക്കൊക്കെ എന്ത് സംഭവിക്കും? അല്ലാഹ് ഹബീബിന്റെ കരച്ചിൽ ആകാശ ലോകങ്ങളെ കടന്ന് ഭേദിച്ചു പോവുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കുന്നു, മാ യുബ്കീക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്തിനാണ് അങ്ങ് കരയുന്നതെന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. വഹുവ അഅലമു, കാരണം അല്ലാഹുവിന് അറിയാം, എന്നാലും എന്നോട് ചോദിക്കാൻ പറഞ്ഞു അങ്ങയോട്. തിരുനബിയുടെ മറുപടി, ഞാൻ എന്റെ അനുയായികളെ കുറിച്ച് വിഷമത്തിലാണ്, എന്റെ അനുയായികളെ കുറിച്ച്. ഇങ്ങനെ പറഞ്ഞൊരു നേതാവാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ മറുപടി വരുന്നു, മുഹമ്മദ് നബിയേ, ഇന്നാ സനുർദീക ഫീ ഉമ്മതിക വലാ നസൂക, നബിയേ അങ്ങയുടെ ഉമ്മത്തിയുടെ വിഷയത്തിൽ അങ്ങയെ നാം സന്തോഷിപ്പിക്കുക തന്നെ ചെയ്യും, അങ്ങേക്കൊരിക്കലും പ്രയാസമുള്ള ഒന്നും വരുത്തുകയില്ല നബിയേ എന്ന് പറഞ്ഞപ്പോഴാണത്രേ അല്ലാഹുവിന്റെ റസൂലിന് സമാധാനമാകുന്നത്. കൂഫയിലേക്ക് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്ന ഹബീബിന്റെ പുതിയാപ്പിള, നബി തങ്ങളുടെ മകളുടെ ഭർത്താവ്, 4ാം ഖലീഫയായ അലി റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് കൂഫക്കാരോട് ചോദിച്ചു, മാ ഹിയ അർജൽ ആയതി ഫിൽ ഖുർആൻ, അല്ലാഹുവിന്റെ വചനങ്ങളിലെ ഏറ്റവും അല്ലാഹുവിന്റെ കരുണ ലഭിക്കുമെന്ന് പ്രതീക്ഷ നൽകുന്ന സൂക്തം ഏതാണ്?
ഏതാണ് ഖുർആനിൽ അള്ളാഹുവിന്റെ കരുണയെ സംബന്ധിച്ച് പറയുന്ന ഏറ്റവും കൂടുതൽ അള്ളാഹു കരുണ ചെയ്യും എന്ന് പറയുന്ന ആയത്ത് ഏതാണ്? കൂഫക്കാർ ഇറാഖികളാണ്. ഇറാഖ് വിജ്ഞാനത്തിന്റെ വലിയ മഹാവിസ്ഫോടനം നടന്ന രാജ്യമാണ്. ബഗ്ദാദ് വിജ്ഞാന കുതികകളുടെ ആശാകേന്ദ്രമായിരുന്നു. ബഗ്ദാദിന്റെ ആ ലൈബ്രറികളിലെ പുസ്തകങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ചെങ്കീസ് ഖാൻ 12-ാം നൂറ്റാണ്ടിലെ പടയോട്ടം നടത്തിയപ്പോ ടൈഗ്രീസ് നദി മുറിച്ചു കടക്കാൻ പാലമില്ലാതെ വന്നപ്പോ ഇറാഖിലെ ബഗ്ദാദിലെ പുസ്തകങ്ങൾ പുഴയിൽ വെച്ചിട്ടാണ് ആ പുസ്തകങ്ങൾക്ക് മീതെയാണ് പടയോട്ടം നടത്തിയതെന്ന് ചരിത്രം അതിശയോക്തിയോടുകൂടെ പറയുന്ന യാഥാർത്ഥ്യമാണത്. യാഥാർത്ഥ്യമാണ്, എക്സാജറേഷൻ അല്ല. യാഥാർത്ഥ്യം ദിജ്ലയുടെ ആ പുഴയുടെ വെള്ളം വർഷങ്ങളോളം കറുപ്പ് നിറം മാറിയില്ലായിരുന്നു. അത്രയും വിജ്ഞാനം രേഖപ്പെടുത്തപ്പെട്ട ഒരു നാട് നശിച്ചുപോയില്ലേ? ഗൾഫ് യുദ്ധങ്ങൾക്ക് ശേഷം ഇറാഖിൽ വന്ന അധിനിവേശത്തിന് ശേഷം ഇതൊക്കെ നശിച്ചുപോയി. പരിശുദ്ധമായ ഇറാഖ് ഇസ്ലാമിന്റെ ആശാകേന്ദ്രമാണ്. വിജ്ഞാന കുതികികൾ, പണ്ഡിതന്മാർ, ഖവാരിസിമിയെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ, ജാബിർ ഇബ്നു ഹയ്യാനെ പോലെയുള്ള സയന്റിസ്റ്റുകളെ സംഭാവന ചെയ്തത് ഇറാഖ്. പ്രഗത്ഭമായ നാട്, സയന്റിസ്റ്റുകൾ ഒരുപാട് കടന്നു വന്ന നാട്. കൂഫക്കാരോട് അലി റളിയല്ലാഹു അൻഹു ഈ ചോദ്യം ചോദിച്ചപ്പോ അവരെല്ലാം പറഞ്ഞു, ഇന്നാ നഉദ്ദു, ഞങ്ങളുടെ അഭിപ്രായത്തിൽ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്താണ് ഞങ്ങൾ കാണുന്ന ഏറ്റവും റഹ്മത്ത് നൽകുന്ന ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. നബിയെ പറയണം, മനുഷ്യരെ, യാ ഇബാദി, അല്ലാഹു അവന്റെ ഇബാദിൽ നമ്മളൊക്കെ പെടുത്തി തരട്ടെ. ومما زادني عزا وشرفا وكدت بأخمصي أطأ الثريا دخولي تحت قولك يا عبادي وأن صيرت أحمد لي نبيا. അള്ളാഹു നമ്മളെ എന്റെ അടിമകളെ എന്ന് വിളിക്കുമ്പോൾ അവന്റെ അടിമയാവാൻ, ദാസനാവാൻ കഴിയുന്നത് മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സ്ഥാനം അതാണ്. അള്ളാഹുവിന്റെ അടിമയാവാൻ പറ്റുകയാണ്. പിന്നെ മുഹമ്മദ് റസൂലുള്ളാഹ് ഞങ്ങളുടെ ദൂതരാണ്. ഈ രണ്ട് ഭാഗ്യം കിട്ടിയാൽ പിന്നെ എന്താണ് ലോകത്ത് വേണ്ടത് എന്ന് ചോദിക്കുന്നു കവി. യാ അല്ലാഹ്, എന്റെ അടിമകളെ അല്ലാഹു വിളിക്കുകയാണ്. യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അതിക്രമം ചെയ്ത ആളുകളെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും നിരാശ വരാൻ പാടുള്ളതല്ല. ഒരുപാട് തെറ്റ് ചെയ്തിട്ടേ എനിക്കൊക്കെ ഇനി അള്ളാഹു പുറത്തു തരുമോ, ഞാൻ ഇത്ര കുരുത്തക്കേട് കളിച്ചു, ഇതൊക്കെ ഇനി അള്ളാഹ് എനിക്ക് പുറത്തു തരുമോ, അങ്ങനെ ചിന്തിക്കരുത്. അള്ളാഹു പുറത്തു തരും. നീ ചോദിക്കു പടച്ചവനോട്. 100 ആളെ കൊന്നിട്ടൊന്നുമില്ലല്ലോ, 100 ആളെ കൊന്ന ആൾക്കല്ല പുറത്തു കൊടുത്തു എന്നല്ലേ പറഞ്ഞത്. അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. അള്ളാഹു നമ്മൾ എല്ലാവർക്കും പുറത്തു തരട്ടെ. നമുക്കതല്ലേ ചോദിക്കാനുള്ള ഏറ്റവും, എന്തെല്ലാം ചോദിക്കാനുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത് പടച്ചവനെ നീ പുറത്തു തരണേന്നാ. ബാക്കിയൊക്കെ ആരോഗ്യം, സമ്പത്തും, കുട്ടികളും, കുടുംബം, ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹു നമുക്ക് പുറത്തു തരികയാണെങ്കിൽ അള്ളാഹു എല്ലാവർക്കും പുറത്തു തരട്ടെ. എല്ലാവർക്കും അള്ളാഹു മാപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ആയത്താണ് ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്തെന്ന് കൂഫക്കാര് പറഞ്ഞപ്പോ നബി തങ്ങളുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, എന്നാൽ ഇന്ന അഹ്ലൽ ബൈത്ത്, ഞങ്ങൾ നബി തങ്ങളുടെ കുടുംബം, ഞങ്ങൾ കാണുന്ന ഒരു ആയത്തുണ്ട് വിശുദ്ധമായ ഖുർആനിൽ, വലസൗഫ യുഅതീക റബ്ബുക ഫതർലാഹ്. ഈ ആയത്താണ് ഖുർആനിലെ ഏറ്റവും അല്ലാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ നൽകുന്ന ആയത്ത്. എന്താ ഇതിന്റെ അർത്ഥം? നബിയോടാ പറയുന്നത്, വലസൗഫ യുഅതീക റബ്ബുക, നബിയേ അങ്ങയുടെ രക്ഷിതാവ് അങ്ങേക്ക് നൽകും നബിയേ, ഫതർലാഹ്, അങ്ങനെ അങ്ങ് തൃപ്തിപ്പെടും. അല്ലാഹു നിങ്ങൾക്ക് നൽകും നബിയേ, അല്ലാഹു നിങ്ങൾക്ക് നൽകും. until you will be content, നിങ്ങൾ സന്തുഷ്ടരാകുന്നവരെ അല്ലാഹു നൽകും നബിയേ. മുത്തുനബി തങ്ങൾ പറയുമായിരുന്നു, വലൻ അറുല്ലാ, ഞാൻ തൃപ്തിപ്പെടുകയില്ല ഏതുവരെ എന്നറിയണം. വവാഹിദും മിൻ
ഉമ്മതി ഫിന്നാർ, എന്റെ അനുയായികൾപ്പെട്ട ഏതെങ്കിലും ഒരാൾ നരകത്തിലുണ്ടെങ്കിൽ എനിക്ക് തൃപ്തിയാവുകയില്ല. അതുകൊണ്ട് അള്ളാഹു എന്നെ തൃപ്തിപ്പെടുത്തും എന്നതിന്റെ അർത്ഥം എന്റെ അനുയായികളെ മുഴുവനും അള്ളാഹു രക്ഷപ്പെടുത്തുമെന്നാണ്. ഇതാണ് ഏറ്റവും അള്ളാഹു റഹ്മത്ത് നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന ആയത്തെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നബി തങ്ങളുടെ കുടുംബം അഹ്ലുബൈത്ത് ഞങ്ങൾ ഇതാണ് മനസ്സിലാക്കാറുള്ളതെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ വിജയം നമുക്ക് വരുന്നത് എവിടെന്നാ? അഷ്റഫുൽ ഖൽഖിലൂടെയാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളിലൂടെയാണ്, തങ്ങളിലൂടെ രക്ഷപ്പെടാൻ കഴിയുമല്ലേ? അതുകൊണ്ടാണ് അല്ലാഹുമ്മ സ്വല്ലി സ്വലാതൻ കാമില വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ്. പ്രയാസങ്ങൾ നീങ്ങിപ്പോകുന്നത് പ്രവാചകർ കാരണത്താലാണ്. ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയാവുന്നത് പ്രവാചകർ കാരണമായിട്ടാണ്. ഇത് പറയുമ്പോൾ എവിടെന്നാണ് ശിർക്കാകുന്നത്? ഇത് എവിടെന്നാണ് ബിദ്അത്താവുന്നത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് സ്വഹാബിമാർ കടന്നു വരുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹീഹ് മുസ്ലിമിലും സ്വഹീഹ് ഇബ്നു ഹിബ്ബാനിലും സ്വഹീഹുൽ ബുഖാരിയിലുമുള്ള ഹദീസാണിത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ജനങ്ങൾ, നബിയേ വെള്ളമില്ല, നബിയേ വെള്ളമില്ല, കുടിക്കാനും വുളൂ ചെയ്യാനും കുളിക്കാനും വെള്ളമില്ല. യാത്രയിലാണവർ. ഞങ്ങൾക്ക് വെള്ളം വേണം നബിയേ എന്ന് പറഞ്ഞ് ഓടി വരുന്നത് എവിടേക്കാണ്? ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്കാണ്, നബിന്റെ മുമ്പിലേക്കാണ് ഓടി ചെല്ലുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളല്ല നബിയേ, വെള്ളല്ല. നബിയെ വാസിത്തയാക്കണം, ഹബീബിന്റെ അരികത്തേക്ക് വരണം. ഹബീബിന്റെ മുഖാന്തിരമായുള്ള ചോദ്യമാണ്. നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു അവർ. അവിടെ കൊണ്ടുവന്ന ചെറിയൊരു പാത്രം, അതിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ. ആ വെള്ളത്തിൽ നബി തങ്ങൾ കൈയിട്ടു. ജനങ്ങളോട് പറഞ്ഞു, wudu എടുത്തോളൂ എന്ന് പറഞ്ഞു. ഒരാൾക്ക് കഷ്ടിച്ച് കുടിക്കാനില്ല, വെള്ളമില്ല. അത് പ്രവാചകന്റെ വിരലിനടിയിലൂടെ വെള്ളം അണപൊട്ടി ഒഴുകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ജനങ്ങൾ മുഴുവൻ ആളുകൾക്കും വുദു എടുക്കാനുള്ള വെള്ളം ആ ഒരു കൊച്ചു പാത്രത്തിൽ നിന്ന് ഹബീബിന്റെ വിരലിലൂടെ അണപൊട്ടി ഒഴുകുന്ന കാഴ്ച ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ഹബീബിന് 10 കൊല്ലം സേവനം ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖ്ദാ ബിഹിൽ ഹവായിജ്. പ്രയാസങ്ങൾ നീങ്ങിപ്പോവാനും ബുദ്ധിമുട്ടുകൾ അകലാനും ഹബീബല്ലയോ കാരണമായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സലമ റളിയല്ലാഹു തആല സലമ റളിയല്ലാഹു അൻഹുവിന് ഖൈബർ യുദ്ധം നടക്കുമ്പോൾ കാലിനൊരു വെട്ടേറ്റിരുന്നു. ആ വെട്ടിന്റെ മുറിവിന്റെ അടയാളം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെന്ന് യസീദ് ഇബ്നു അബീ ഉബൈദ് റളിയല്ലാഹു അൻഹു സലമ റളിയല്ലാഹു അൻഹു കഥ പറയുന്നുണ്ട്. ഖൈബറിന്റെ കാല് മുറിഞ്ഞപ്പോ ആളുകളൊക്കെ പറഞ്ഞു, ഉസീബ സലമ, സലമക്ക് പ്രയാസമായല്ലോ, സലാമ രോഗിയായിയല്ലോ, സലമയുടെ കാല് മുറിഞ്ഞു പോയല്ലോ. ഞാൻ ഓടിച്ചെന്നു. ഫഅതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ മുമ്പിലേക്കല്ലാതെ എങ്ങോട്ടാണ് ഓടാനുള്ളത്? وأين فرار الخلق وأنا فرار الخلق إلا إلى الرسل. പ്രവാചകന്മാരിലേക്കല്ലാതെ അനുയായികൾക്ക് എവിടേക്കാണ് ഓടിച്ചെല്ലാനുള്ളത്? സലമ റളിയല്ലാഹു അൻഹുവിന്റെ കാല് കണ്ടു നബി തങ്ങൾ. ഫനഫത ഫീഹാ ثلاث نفثات. നബി തങ്ങൾ 3 തവണ എന്റെ മുറിവിലേക്ക്, മുറിഞ്ഞ കാലിലേക്ക് നബി തങ്ങൾ ഊതുകയുണ്ടായി. ഈ നേരം വരെ പിന്നെ എന്റെ കാലിന് വേദന ഉണ്ടായിട്ടില്ലെന്ന് മഹാനായ സലമ റളിയല്ലാഹു അൻഹു ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ. അതിന്റെ മഹത്വം അർത്ഥം അറിഞ്ഞാൽ തെറ്റിദ്ധാരണകളില്ലാതെയാവും. അത്രയേ ഉള്ളൂ. ഹബീബ് കാരണമല്ലേ, നിബിധങ്ങൾ കാരണമല്ലേ പ്രയാസങ്ങൾ നീങ്ങുന്നത് എന്നാണ് ഈ പറയുന്നത്. മദീനയിൽ നിന്ന് നട്ടുച്ച പകലിൽ നട്ടുച്ച നേരത്ത് മഴ പെയ്യാത്ത ഒരു ചൂടുകാലത്ത് മദീന പള്ളിയുടെ ഓലമേഞ്ഞ പള്ളിക്കുള്ളിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓടി വന്നില്ലേ ഒരാൾ, സ്വഹീഹിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസല്ലയോ ഇത്. ഓടി വന്നിട്ട് പറയുന്നു, നബിയേ ഹലകത്തിൽ മവാശി,
നബിയെ മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം. നബിയെ കന്നുകാലികൾ ചത്തൊടുങ്ങി, അകിടുകളിൽ പാലില്ല, കൃഷിയിടങ്ങളിൽ വെള്ളമില്ല, കൃഷികളെല്ലാം ഉണങ്ങിക്കഴിഞ്ഞു. നബിയെ ഞങ്ങൾ നശിക്കുകയായി, മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം നബിയെ, ഞങ്ങൾക്ക് മഴ വേണം. അല്ലാഹുവിന്റെ റസൂൽ ദുആ ഇറക്കുകയാണ്, പരിശുദ്ധമായ മിമ്പറിൽ കൈയുയർത്തുന്നു. അല്ലാഹുമ്മ അഗ്ഫിനാ, അല്ലാഹുമ്മ അഗ്ഫിനാ, അല്ലാഹുമ്മ അഗ്ഫിനാ, ഞങ്ങൾക്ക് മഴ വേണം റബ്ബേ, ഞങ്ങൾക്ക് മഴ വേണം. ആ ഹബീബിന്റെ കൈ താഴേണ്ട താമസം മഴ പെയ്യാൻ തുടങ്ങി, മഴ പെയ്യാൻ തുടങ്ങി എന്ന് മാത്രമല്ല, നബി തങ്ങളുടെ ഖുതുബ കഴിഞ്ഞ് ഞങ്ങൾ നിസ്കാരിക്കുമ്പോ സുജൂദിലേക്ക് പോകുമ്പോ നനഞ്ഞ മണ്ണിലാണ് ഞങ്ങൾ തലവെച്ചതെന്ന് അനസ് റളിയല്ലാഹു അൻഹു. ഒരാഴ്ച മഴ പെയ്തു, അതേ മനുഷ്യൻ ഓടി വന്നു അടുത്ത ആഴ്ച ജുമുഅ നടക്കുമ്പോ, നബിയേ മഴ കാരണം കൃഷികൾ നശിച്ചു, നബിയേ മഴ കാരണം കന്നുകാലികൾ ഒലിച്ചുപോയി, നബിയേ മഴ കാരണം ഞങ്ങളുടെ വീടുകൾ പൊളിയാറായി, നബിയേ ഞങ്ങൾക്ക് മഴ മതി, ഞങ്ങൾക്ക് മഴ മതി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി വട്ടം വരക്കുകയാണ്. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് ചുറ്റും മഴ കൊടുക്കണമേ, ഞങ്ങൾക്ക് മഴ മതി എന്ന് പറയരുത്, അല്ലാഹുവിന്റെ റഹ്മത്ത് വേണ്ടെന്ന് പറയരുത്, ഞങ്ങൾക്ക് ചുറ്റും കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാലി വദ്ദിറാബി വമനാബിതി ഷജർ, അല്ലാഹുവേ കൃഷിയിടങ്ങളിലേക്ക്, മലമുകളിലേക്ക്, കാടുകളിലേക്ക് വെള്ളം ആവശ്യമുള്ളിടത്തേക്ക് കൊടുക്കണേ, ഞങ്ങൾക്ക് ചുറ്റും കൊടുക്കണേ എന്ന് പരിശുദ്ധമായ ചൂണ്ടുവിരൽ കൊണ്ട് ഹബീബ് എവിടേക്കാണോ വട്ടം വരച്ചത്, ആ വൃത്താകൃതിയിൽ മദീനയിൽ നിന്ന് മേഘം നീങ്ങിപ്പോകുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ട് കണ്ടവരാണെന്ന് നബി തങ്ങളുടെ സ്വഹാബിമാർ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ മുൻനിർത്തിയിട്ട് മഴ ചോദിക്കപ്പെടാറുണ്ട് ഹബീബിനെ മുൻനിർത്തിയിട്ടെന്ന് പറയാൻ കാരണം, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് സ്വഹാബിമാർ ഓടി വന്ന് നബി തങ്ങൾ കാണിച്ചു കൊടുക്കുന്ന മുഅ്ജിസത്തുകൾ ഈമാൻ ഉറക്കാനാണ്. ഈമാൻ ഉറക്കാൻ അല്ലാഹു നമുക്ക് ഈമാൻ ഉറപ്പിച്ചു നൽകട്ടെ. കണ്ണു കാണാത്ത ദരീർ, കാഴ്ച നഷ്ടപ്പെട്ടു പോയ ആൾക്കാണ് ദരീർ എന്ന് പറയുന്നത്. മുമ്പുണ്ടായിരുന്നു, കാഴ്ച നഷ്ടപ്പെട്ടു. ഷുഗർ ഉണ്ടായിട്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടാവും. അല്ലാഹു കാഴ്ച ശക്തി തിരിച്ചു കൊടുക്കട്ടെ. അല്ലാഹു അസുഖങ്ങൾക്ക് റബ്ബ് ശിഫയാക്കി കൊടുക്കട്ടെ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉദ്ഉല്ലാഹ അൻ യുആഫിയനി, അല്ലാഹുവിനോട് ദുആ ചെയ്യണം നബിയേ എനിക്ക് ആഫിയത്ത് തരാൻ, കാഴ്ച കിട്ടാൻ. നബി തങ്ങൾ ചോദിച്ചു, ഇൻ ശിഇത അഖർത ദാലിക ഫഹുവ അഫ്ളലു ലിആഖിറതിക, വേണമെങ്കിൽ നിങ്ങൾക്കത് മാറ്റിവെക്കാം കണ്ണിന്റെ കാഴ്ച. അല്ലാഹു ഒരാളുടെ കണ്ണിന്റെ കാഴ്ചയെ കൊണ്ടുപോയാൽ അതിന് പകരം കൊടുക്കുന്നത് സ്വർഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണുണ്ടായിട്ട് കാഴ്ചയുണ്ടായിട്ട് കാഴ്ച നഷ്ടപ്പെടുകയും അത് ക്ഷമിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ കുറഞ്ഞ ഒരു പ്രതിഫലവുമില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ ഇൻ ശിഇത ദഅഉതു ലക, നബി തങ്ങൾ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഞാൻ ദുആ ചെയ്യാം, നിനക്ക് കാഴ്ച കിട്ടും. അത് വേണ്ടേ നിനക്ക് നാളെ പരലോകത്തേക്ക് ഖൈർ, കാഴ്ചയ്ക്ക് വേണ്ടി ദുആ ചെയ്യാതിരിക്കലാണ്. സ്വഹാബി പറഞ്ഞു, ലാ ബൽ ഉദ്ഉല്ലാഹ ലീ, നബിയേ എനിക്ക് ഇവിടുന്ന് കാഴ്ച വേണം നബിയേ, കണ്ണില്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല നബിയേ, അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നബി തങ്ങൾ ആ സ്വഹാബിയോട് വുദു എടുക്കാൻ വേണ്ടി പറഞ്ഞു, 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു, എന്നിട്ട് ഈ ദുആ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ. അല്ലാഹുവിന്റെ റസൂലിനെ തവസ്സുൽ ചെയ്തുള്ള വളരെ പ്രത്യേകമായ ദുആയാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇമാം ബുഖാരി താരീഖുൽ കബീറിൽ, ഇമാം തബറാനി മുഅ്ജമുൽ കബീറിൽ, ഇമാം ദഹബി തങ്ങൾ സ്വഹീഹാണെന്നും സുരക്ഷിതമായ റിവായത്തെന്നും അഭിപ്രായപ്പെട്ട ദലായിലുൻ നുബുവയിൽ ഇമാം ബൈഹഖി എന്നിവർ ഉദ്ധരിച്ച, മറ്റൊരുപാട് പേർ ഉദ്ധരിച്ച വളരെ സ്വഹീഹായ സംഭവം. അല്ലാഹുവിന്റെ റസൂലിനോട് നബി തങ്ങൾ ദുആ ഇറക്കാൻ പറഞ്ഞ വാക്കുകളുടെ അത്ഭുതം നോക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ.
കാരുണ്യത്തിന്റെ നബിയായ മുഹമ്മദ് നബിയെ മുൻനിർത്തിയിട്ട് ഞാൻ അല്ലാഹുവേ നിന്നോട് ചോദിക്കുകയാണ്, യാ മുഹമ്മദ് നബിയെ, ഇന്നി അതവജ്ജഹു ബിക ഫീ ഹാജതി ഹാദിഹി ഫതുഖ്ലാ, എൻ്റെ ഈ വിഷയത്തിൽ എൻ്റെ കാഴ്ച കിട്ടാൻ വേണ്ടി നബിയെ നിങ്ങളെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ കാഴ്ച എനിക്ക് വേണം. അല്ലാഹുമ്മ ശഫ്ഇഹു ഫിയാ, എനിക്ക് വേണ്ടി പ്രവാചകർ ചെയ്യുന്ന ശഫാഅത്ത് ശുപാർശ നീ സ്വീകരിക്കണമേ എന്ന് നബി തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു ദുആ ഇറക്കാൻ പറഞ്ഞു കൊടുത്തു. ഫഖറഅ അർ-റജുലു ഫബരിആ, ആ മനുഷ്യന് കാഴ്ച കിട്ടിയത്, നിബിതങ്ങൾക്ക് കിട്ടിയത് ആയത്തും മിൻ നുബുവ്വതിഹി, നിബിതങ്ങളുടെ പ്രവാചകത്വത്തിന്റെ ദൃഷ്ടാന്തമാണ്, മഹാത്ഭുതമാണെന്ന് ചരിത്ര പണ്ഡിതന്മാരല്ല ഹദീസ് പണ്ഡിതന്മാരടക്കം ഇമാം ബുഖാരി തങ്ങൾ, ഹദീസ് പണ്ഡിതനായ ഇമാം തബറാനി തങ്ങൾ, റിജാലുകളുടെ അദാലത്തും അല്ലാത്ത വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന, ഇല്ലത്തിന്റെ വിഷയം ചർച്ച ചെയ്തിട്ടുള്ള ഇമാം ദഹബി തങ്ങളെ പോലെയുള്ള ആളുകൾ, ചരിത്ര പണ്ഡിതന്മാർ, ഹദീസ് പണ്ഡിതന്മാർ, ഇമാം ബൈഹഖിയെ പോലെയുള്ള ആളുകൾ, ഇവരെല്ലാം വളരെ സുരക്ഷിതമായ സനദാണ്. എത്ര മനോഹരമായ സംഭവം! അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലേ, നബി തങ്ങളെ അല്ലാഹുവിന്റെ റസൂലേ, തുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിം, നബി തങ്ങൾ കൊണ്ടാണല്ലോ ഖാത്തിമത്ത് നന്നാവുന്നത്. അല്ലാഹു നമ്മുടെ ഖാത്തിമത്ത് നന്നാക്കി തരട്ടെ, അവസാനം അല്ലാഹു നമുക്ക് ഖൈർ നൽകട്ടെ. റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു ആണ് നബി തങ്ങൾക്ക് വുദൂ എടുക്കാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നത്. വുദൂ എടുക്കാനുള്ള വെള്ളം ഒരു ഉസ്താദിനെ ഖിദ്മത്ത് ചെയ്യുക, ഒരു ആലിമിനെ ഖിദ്മത്ത് ചെയ്യുക, ഒരു സയ്യിദിനെ ഖിദ്മത്ത് ചെയ്യുക, ഇത് അഭിമാനമായി കാണണം നമ്മൾ. അത് നമ്മുടെ വിജയത്തിന് കാരണമാണ്. നിബിതങ്ങൾക്ക് നിബിതങ്ങൾക്ക് വുദൂ എടുക്കാനുള്ള വെള്ളം ഞാനാണ് കൊണ്ടുപോയി കൊടുക്കാറുള്ളതെന്ന് റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു അങ്ങനെ നിബിതങ്ങൾക്ക് വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു, യാ റബീഅ സൽ, ചോദിച്ചോളൂ റബീഅ, ചോദിച്ചോളൂ, എന്താ വേണ്ടത് ചോദിച്ചോളൂ. ഒരൊറ്റ ചോദ്യം. എന്താ ചോദ്യം എന്നറിയോ? വല്ലാത്തൊരു മറുപടിയാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ സ്വർഗ്ഗലോകത്ത് അങ്ങയുടെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം എനിക്ക് വേണം നബിയേ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ കിട്ടിയാൽ പോലെ നബിയേ, സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂടെ ഇരിക്കണം. നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം വരാറുണ്ട് മുഅ്മിനെ, നബിയുടെ കൂടെ ഇരിക്കണം, നാളെ നബിയെ കാണണം. നാളത്തെ സെലിബ്രിറ്റികളൊക്കെ അമ്പിയാക്കന്മാരല്ലേ, സിനിമ സെലിബ്രിറ്റികളൊന്നും നാളെ അവിടെ ഉണ്ടാവില്ല, ഉറപ്പാണ്. അങ്ങനെയാണ്, നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുണ്ടോ അവരോടൊപ്പമാണ്. അവരെടുക്കാൻ പോണവരുടെ കൂടെ പോകാൻ പറ്റുന്നതിനർത്ഥം. അവർ സ്വാലിഹീങ്ങളാണോ അവരുടെ കൂടെ സ്വർഗത്തിലേക്ക്, അവർ ത്വാലിഹീങ്ങളാണോ മോശക്കാരാണോ അവരുടെ കൂടെ പോകാൻ പറ്റും. നീ ആരെ സ്നേഹിക്കുന്നുവോ നീ അവരോടൊപ്പമാണ്. ഇത്ര നല്ലൊരു ഹദീസ് ഞങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു. ഇത്ര സന്തോഷമുള്ള സംഗതി. കാരണം നമുക്ക് ഒരാളെ പോലെ ആവാൻ കഴിയില്ല, പക്ഷെ അവരെ സ്നേഹിക്കാലോ. അല്ലാഹു എനിക്ക് അയാളെ ഇഷ്ടമാണ്, നല്ലൊരു മനുഷ്യൻ, ഒരു ഫിത്നയും ഫസാദും പറയാത്ത ഒരാൾ, അല്ലാഹുവിനെ പേടിക്കുന്നൊരു മനുഷ്യൻ, ജീവിതത്തിൽ സൂക്ഷ്മതയുള്ള ആള്, ഈമാനും ദീനും ഉള്ള ആള്. എന്നെ കൊണ്ടൊന്നും അങ്ങനെ പറ്റുന്നില്ല, അങ്ങനെയാണ്. പക്ഷെ നമുക്ക് അവരെ സ്നേഹിക്കാലോ. ഇമാം ഷാഫി തങ്ങൾ പാടിയതാണ്, وأكره من بضاعته المعاصي وإن كنا سواء في البضاعة. നന്മ ചെയ്യുന്നവരെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് നന്മ ചെയ്യാനായില്ലെങ്കിലും. തിന്മ ചെയ്യുന്നവരെ എനിക്ക് വെറുപ്പാണ്, ഞാനും അവരും ഒരുപോലെയാണെങ്കിലും. വല്ലാത്തർത്ഥമുള്ള വാക്കാണത്. സജ്ജനങ്ങളെ സ്നേഹിക്കുമ്പോൾ നാളെ അവർ കാരണം സ്വർഗം കിട്ടും, ശഫാഅത്ത് കിട്ടും, അല്ലാഹുവിന്റെ മുമ്പിൽ ശുപാർശ കിട്ടും. തെറ്റുകൾ കൊണ്ട് നടക്കുന്ന ആളുകളെ എനിക്ക് വെറുപ്പാണ്.
ഞാനും അവരും ഞങ്ങൾ രണ്ടുപേരുടെയും ചരക്കുകൾ ഒന്ന് തന്നെയാണെങ്കിലും ഞാനും തെറ്റ് ചെയ്യുന്ന ആളാ. പക്ഷെ തെറ്റ് ചെയ്യുന്ന ആളോട് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ തെറ്റ് ചെയ്യുന്ന ആളാ, തെറ്റ് ചെയ്യുന്നവരെനിക്ക് ഇഷ്ടമല്ല. സജ്ജനങ്ങൾ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ അവരെ പോലെ ആയിട്ടില്ല. ആരാ പറഞ്ഞത്? ലോകത്ത് കണ്ട പ്രഗത്ഭരായ ആലിമീങ്ങളിൽ പ്രപഞ്ച ചക്രവാളങ്ങളെ മുഴുവനും വിജ്ഞാനം കൊണ്ട് നിറക്കാൻ വരുന്ന ഒരു ആലിമുണ്ടെന്ന്. ആലിമു ഖുറൈശിൻ, ഖുറൈശികളിൽപ്പെട്ട ഒരു ആലിം, ഖുറൈശി തറവാട്ടിൽ വരുന്ന ഒരാൾ ലോക ചക്രവാളങ്ങളെ വിജ്ഞാനം കൊണ്ട് നിറക്കും എന്ന് പറഞ്ഞ ആ ഹദീസ് ഇമാം ഷാഫിഈ തങ്ങളെ കുറിച്ചാണെന്ന് മഹാനായ അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ. അങ്ങനത്തെ മഹാൻ പറയാ, ഞാൻ സ്വാലിഹല്ലെങ്കിലും എനിക്ക് സ്വാലിഹീങ്ങളെ ഇഷ്ടമാണ്. നമ്മൾ സ്വാലിഹല്ലെങ്കിൽ ഞാൻ സ്വാലിഹാണല്ലോ എന്നപ്പോൾ പറഞ്ഞടക്കുക. അതാണ് അത്ഭുതം. സ്വാലിഹീങ്ങളായവർ ഞങ്ങളല്ല എന്നാ പറയാ, അങ്ങനെ പറയേണ്ടത്. സുബ്ഹാൻ അല്ലാഹ്, നമുക്ക് സ്വലാഹ് നൽകട്ടെ. വല്ലാത്ത ചോദ്യമാണ് നബി തങ്ങളോട് ചോദിച്ചത്. നബിയെ, എനിക്ക് നാളെ അങ്ങയുടെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം വേണം, തരൂ നബിയെ. ചോദ്യത്തിലൊരു അത്ഭുതം വേണമെന്നാണ് ചോദിക്കാൻ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരു വലിയ ആകാരമുള്ളൊരു മനുഷ്യൻ, നല്ല സൈസുള്ളൊരു മനുഷ്യൻ വന്നു. അദ്ദേഹം ഒരു ഓവർകോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ ഒരു വല്ലാത്ത ചില ആളുകളുടെ ശരീരപ്രകൃതി അങ്ങനെയായിരിക്കും. അദ്ദേഹം വന്നിരുന്നു. അപ്പോൾ അബൂ ഹനീഫ തങ്ങൾ കാല് വേദനയായിട്ട് രണ്ട് കാലും നീട്ടിവെച്ചിരിക്കുകയാണ്, പള്ളിയിലാണ്. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ വലത്തെ കാലം കൊണ്ട് മടക്കി വെച്ചു. ഒരു മാന്യനായൊരു മനുഷ്യനല്ലേ, ആളെ ബഹുമാനിക്കണമല്ലോ, മടക്കി വെച്ചു. അദ്ദേഹം ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അബൂ ഹനീഫ തങ്ങൾ വിചാരിച്ചു ഇയാൾ കാര്യമായി എന്തോ പറയാൻ വന്നതാണ്. അപ്പോൾ ചില ആളുകളെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാവുന്ന ആളുടെ ക്വാളിറ്റി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഒരാൾ അളക്കാൻ എനിക്ക് 1/2 മിനിറ്റ് വേണ്ടെന്ന്. ആളുടെ സംസ്കാരം എന്താണ്, അയാളുടെ വിവരത്ര ഉണ്ട്, ഇതൊക്കെ അറിയണമെങ്കിൽ എനിക്ക് 1/2 മിനിറ്റ് വേണ്ടെന്ന. 2 വാക്ക് സംസാരിച്ചാൽ ബാക്കി ഞാൻ പിടിച്ചെടുക്കും. അയാൾ ഒന്നും മിണ്ടിയില്ലെങ്കിൽ എനിക്ക് ഒരു ദിവസം വേണ്ടി വരുന്നു. മിണ്ടി തുടങ്ങിയാൽ ആളെ മനസ്സിലാവുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഇയാൾ സംസാരിക്കാൻ തുടങ്ങി. വർത്തമാനം പറഞ്ഞിട്ട് നിർത്തണ്ടേ? നമ്മുടെ ഈ നെറ്റ് കോളെന്നൊക്കെ ഫ്രീ കോളൊക്കെ വിളിക്കണമാതിരി ഫോൺ വെക്കൂലല്ലോ മനുഷ്യന്മാർ. ഞാൻ ഒരു ലാൻഡ് ഫോൺ, ഒരു കോൾ, ഒരു കമ്പനി ഫ്രീ ആയി കൊടുക്കാതിരിക്കട്ടെ എന്നാണ് വരയ്ക്കണത്. മനുഷ്യന്മാർ ആവശ്യമില്ലാണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയ അത്രയും സമയം 20 മണിക്കൂർ ഫ്രീ ഉണ്ട്, 20 മണിക്കൂറും പറയാം. ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് എന്തെല്ലാം തിരക്കുണ്ടാവും അതൊന്നും നോക്കാണ്ട് ആവശ്യങ്ങൾ പറഞ്ഞ് വേഗം വെക്കുക അല്ലേ? അത്രേ വേണ്ടത്. പെട്ടെന്ന് സ്ട്രേറ്റ് ടു ദ പോയിന്റ്. എന്നാർക്കും നേരമല്ല, കാര്യം പെട്ടെന്ന് പറയാം, നിർത്തുക. സുഖാണോ, പിന്നെ വേറെന്താ വർത്തമാനം? ഇദ്ദേഹം വർത്തമാനം പറയാൻ തുടങ്ങി. അബൂ ഹനീഫ തങ്ങൾ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടായിരുന്നു? എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അപ്പോൾ അബൂ ഹനീഫ തങ്ങൾ ഇയാളെ ബഹുമാനിച്ചിട്ട് ഒരു കാല് മടക്കി വെച്ചിട്ടായി ഇരിക്കണത്. ആളെ കണ്ടപ്പോൾ നല്ലൊരു മാന്യനാണെന്ന് വിചാരിച്ചു. ചോദ്യം ചോദിക്കുക. എനിക്ക് ഉറക്കം വന്നിട്ട് കുറച്ച് ദിവസമായി. എന്തേന്ന് ചോദിച്ചു. ഉറക്കം വരാതെ കുറേ നാളായി. ഒരു സംശയം, എപ്പോഴാണ് ഇപ്പോൾ ഈ നോമ്പ് തുറക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്. നോമ്പ് തുറക്കേണ്ടത് സൂര്യസ്തമിച്ചാലോടോ? ഇതാ ഖുർബത്തി ശംസ്. അപ്പോൾ സൂര്യസ്തമിക്കുന്നത് നട്ടപ്പാതിരാക്കാണെങ്കിലോ എന്ന് ചോദ്യം. അതിൽ അബൂ ഹനീഫ ഞാൻ മറുപടി പറഞ്ഞേരെ, ഞാൻ എൻ്റെ 2 കാലവും നീട്ടിക്കോട്ടെ. ഞാനിപ്പോൾ 1 മടക്കി വെച്ചിട്ടുള്ളൂ, ഇനി 2 നിന്റെ മുമ്പിൽ നീട്ട. അബൂ ഹനീഫക്ക് 2 കാലം നീട്ടാനുള്ള സമയമായിട്ടുണ്ട് ഇപ്പോൾ ഈ ചോദ്യത്തിന് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ചോദ്യങ്ങളിൽ ഹിക്മത്തുണ്ടെന്നാണ്. ചോദ്യങ്ങളിൽ അതിൻ്റെ കഴമ്പിരിക്കും. അങ്ങനത്തെ ചോദ്യം നിബിധങ്ങൾ ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ പറഞ്ഞു. ചോദിച്ചോളൂ, തരാം. ആ ചോദ്യമാണ് മഹാനായ റബീഅത്തുൽ അസ്ലമി, റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഒരൊറ്റ ചോദ്യം, നബിയേ, അങ്ങയുടെ കൂടെ നാളെ സ്വർഗ്ഗത്തിലിരിക്കാൻ എനിക്ക് അവസരം തരണം. അതിന് കഴിയുമോ നബിയേ? അവ ഗൈറ ദാലിക, റബീഅ, ഇതല്ലാത്ത വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല നബിയേ, എനിക്കിത് മതി, ഇത് മതി, ഇത് മതി. നിങ്ങൾക്കത് ഞാൻ വാങ്ങിച്ചു തരാം. ഒരു കാര്യം എന്നെ ഇച്ചിരി ഹെൽപ്പ് ചെയ്യണം. സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കണം, എന്നിട്ട് സുജൂദിന്റെ എണ്ണങ്ങൾ വർദ്ധിപ്പിക്കണം. അതായത് സുന്നത്ത് നിസ്കാരം ഒരുപാട് നിസ്കരിക്കണം. അങ്ങനെ സുജൂദുകളുടെ എണ്ണം വർദ്ധിക്കുമല്ലോ, ഓരോ റക്അത്തിലും 2 വീതം. അങ്ങനെ നീ എന്നൊന്ന് സഹായിക്കണം. നാളെ നീ എൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാകുമെന്ന് റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു.
ദുനിയാവും കിട്ടി, ആഖിറവും കിട്ടി. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെയൊക്കെ ഹബീബിൻ്റെ ചാരത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരട്ടെ. ഈ ഉമ്മച്ചികളോട് ഏറ്റവും സ്നേഹമുള്ള നബി, നമ്മളെ കണ്ടിട്ട് നബി തങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നാളെ ഖുർറൻ മുഹജ്ജലീൻ, കൈകാലുകൾ വെളുത്തവരായി ഹബീബിന്റെ മുമ്പിലേക്ക് വരുമ്പോഴാണ്. ഈ ലോകത്ത് യാത്ര വിരിയുമ്പോൾ നബി തങ്ങൾ അവസാനമായി പുഞ്ചിരിച്ചത് സ്വഹാബിമാർ നിസ്കരിക്കാൻ വേണ്ടി സ്വഫ് കെട്ടി നിൽക്കുന്നത് കണ്ടപ്പോഴാണ്. സുബഹി നിസ്കാരത്തിന് പള്ളിയിലേക്ക് വന്ന ആളുകളെ നോക്കിയാണ് നബി തങ്ങൾ അവസാനമായി ചിരിച്ചത്. അതുകൊണ്ട് ഇന്നത്തെ വാഴ് കഴിഞ്ഞിട്ട് നേരം വൈകിട്ട് എൻ്റെ സുബഹി നഷ്ടപ്പെട്ടു പോയി എന്ന് പറയരുത്. മുത്തുനബി തങ്ങൾ അവസാനമായി ചിരിച്ചത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ഒരു ഹുജറയുടെ ചെറിയൊരു കർട്ടനുണ്ട്, അതിങ്ങനെ നീക്കി വെച്ചിട്ട് നബി തങ്ങൾ ഇങ്ങനെ നോക്കി ചിരിച്ചു. റബീഉൽ അവ്വൽ 12 അന്നത്തെ സുബഹിക്ക് സ്വഹാബികളൊക്കെ വിചാരിച്ചു നബി തങ്ങൾ വരും ഇമാമ് നിൽക്കാൻ. 63 വയസ്സുള്ള നബി തങ്ങൾ പനി ബാധിച്ച് കിടക്കുകയാണ്. കാര്യമായ വേറൊരു അസുഖവും ഹബീബിനില്ലായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അള്ളാഹു ഹബീബിനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. നബി തങ്ങൾ അതിന് ഒരുങ്ങിയിരിക്കുകയായിരുന്നു. നബി തങ്ങൾ സ്വഹാബികളെ കാണുന്നു, അവരൊക്കെ സ്വഫായി കാത്തിരിക്കുകയാണ്, തലയും താഴ്ത്തി. ഹബീബ് മെഹ്റാബിലേക്ക് കയറി വരും. നബി തങ്ങളുടെ വീടിൻ്റെ ചുമരും പള്ളിയും ഒന്നാണ്. ആ ചുമരിൽ നിന്ന് കിടക്കുന്നത് പള്ളിയിലേക്കാണ്. അങ്ങനെയാണ് നബി തങ്ങളുടെ വീടുണ്ടായിരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അവരെ നോക്കി ചിരിച്ചു. സുബഹി നേരത്ത് നിസ്കരിക്കാൻ വന്ന അനുയായികൾ എത്ര തണുപ്പുള്ള ദിവസത്തിലും ഉറക്കവും ക്ഷീണവും എല്ലാം മാറ്റിവെച്ച്, ഒരു അലാറം പോലുമില്ലാത്ത കാലമെന്ന് ഓർക്കണം. അലാം വെച്ചിട്ടല്ല അവർ എഴുന്നേൽക്കുന്നത്, ബോഡി ക്ലോക്കാണ്. നമ്മൾ അലാറം വെച്ചിട്ട് അയൽവക്കക്കാരും നാട്ടുകാരും മുഴുവൻ എണീച്ചാലും എണീക്കാത്ത ആൾക്കാരുണ്ട് അല്ലേ? അലാറത്തിൻ്റെ സൗണ്ട് എത്ര, അരമണിക്കൂറൊക്കെ അലാറം മുട്ടുന്നുണ്ട്, ഒരൊറ്റ കുട്ടി എഴുന്നേൽക്കണില്ല. നാട്ടുകാർ മൊത്തം അറിഞ്ഞു, ആ ബെഡ്മ കിടക്കണോ അറിഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ അലാറം അല്ലേ? സ്വഹാബിമാർ ആർക്കും അലാറമുണ്ടോ? നമ്മളത് ചിന്തിക്കണം. അവർക്ക് ഖിയാമുൽ ലൈലുണ്ട്, സുബഹിൻ്റെ മുമ്പ് എഴുന്നേൽക്കുന്നുണ്ട്, അലാറം വെച്ചിട്ടല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, ഇബ്നു അബ്ബാസ് എന്നവരെ, എനിക്ക് ഖിയാമുൽ ലൈലിന് ആഗ്രഹമുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടത്? അപ്പോഴാണ് സൂറത്തുൽ കഹ്ഫിൽ അവസാന ഭാഗത്തെ ഖുല്ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിനാ ബിമിത്ലിഹി മദദാ ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹുൻ വാഹിദ് فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. അത് ചൊല്ലി മനസ്സുറപ്പിച്ച് കടന്നാൽ നീ ഉദ്ദേശിക്കുന്ന നേരത്ത് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റും എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവെന്നും നബി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട സയ്യിദും തങ്ങളുമായ സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഖുല്ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി മുതൽ അൽ കഹ്ഫിന്റെ അവസാനം വരെയുള്ള ആ ഒരു 3 ആയത്തുകൾ അത് ചൊല്ലിയാൽ നടക്കുന്ന സ്വഹാബികൾ അത് ചൊല്ലുമായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ബോഡി ക്ലോക്ക് അങ്ങനെയാണ്, ശരീരത്തിൻ്റെ ക്ലോക്ക് അങ്ങനെയാണ്, അവരെഴുന്നേൽക്കും. ആ വന്ന കാഴ്ചയാണ് നബി തങ്ങൾ കാണുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ നോക്കി പുഞ്ചിരിച്ചു നബി തങ്ങൾ. ഒരാഴ്ചയായി രോഗിയായി കിടക്കുന്ന നബി തങ്ങൾ അതിൻ്റെ മുമ്പ് അങ്ങനെ പുഞ്ചിരിച്ചില്ല. സ്വഹാബികളൊക്കെ വല്ലാതെ സന്തോഷിച്ചു. നബി തങ്ങൾ വരും, നമ്മളെ കാണാൻ വേണ്ടി വരും, നബി തങ്ങൾ മെഹ്റാബിലേക്ക് നിൽക്കും, നബിക്ക് രോഗം ശിഫയായി കാണും എന്നൊക്കെ അവർ വിചാരിച്ചു നബി തങ്ങളുടെ വിടർന്ന പുഞ്ചിരി കണ്ടപ്പോൾ. പക്ഷേ അതൊരു യാത്ര ചോദിക്കലായിരുന്നു. സ്വന്തം അനുയായികളെ വളർത്തിക്കൊണ്ടുവന്നവർക്ക് പാഠം നൽകി അള്ളാഹുവിൻ്റെ വെളിച്ചം കൈകളിലേക്ക് കൈമാറിയിട്ട് യാത്ര പോകുന്ന ദൂതരായിരുന്നു അത്. റബീഉൽ അവ്വൽ 12 തന്നെ ലോകത്തോട് വിട പറയുകയായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹ്. ആ കർട്ടൻ നബി തങ്ങൾ വലിച്ചു, അവിടെ കടന്നു. വീട്ടുകാരോട് പറയേണ്ട വസിയത്തുകളൊക്കെ പറഞ്ഞു കൊടുത്തു. اللهم الرفيق الأعلى بل الرفيق الأعلى بل الرفيق الأعلى. അല്ലാഹുവേ നിന്റെ ഉന്നതമായ സാമീപ്യം എനിക്കിവിടെ വേണ്ട, ഞാൻ വരികയാണ്. ബൽ الرفيق الأعلى, അല്ല എനിക്ക് നിന്റെ സാമീപ്യമാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി തങ്ങൾ ലോകത്തോട് വിട പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ റബീഉൽ അവ്വലിൽ നബി തങ്ങൾ ജനിച്ചു. റബീഉൽ അവ്വൽ 12 ഹബീബ് ജനിച്ചു. റബീഉൽ അവ്വൽ 12 നബി തങ്ങളുടെ വഹി, ഖുർആനിന്റെ മുമ്പ് നബി തങ്ങൾക്ക് സ്വപ്ന ദർശനം ഉണ്ടാകാറുണ്ട്.
കിതാബു ബദ്ഇൽ വഹീൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നബി തങ്ങൾക്ക് ഇഖ്റ ഇറങ്ങുന്നതിൻ്റെ മുമ്പ്, വായിക്കുക എന്ന അള്ളാഹുവിൻ്റെ ആഹ്വാനം വരുന്നതിൻ്റെ മുമ്പ് സത്യസന്ധമായ സ്വപ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആയിഷ ബീവിയുടെ ഒരുപാട് ഹദീത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്വപ്ന ദർശനങ്ങൾ ആരംഭിച്ചത് റബീഉൽ അവ്വലിലായിരുന്നു. നിബിതങ്ങൾ ഹിജ്റ വരുന്നത്, ഇസ്ലാമിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും മൈൽ സ്റ്റോൺ എന്ന് പറയപ്പെടുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായ ഹിജ്റ നടക്കുന്നത്, നമ്മുടെ ഇസ്ലാമിക കലണ്ടർ ആരംഭം മുഹറമാണ്. പക്ഷേ ഹിജ്റ നടന്നത് മുഹറത്തിലല്ല. ഹിജ്റ നടന്നത്, നിബിതങ്ങൾ മദീനത്തേക്ക് കയറി വന്നത് റബീഉൽ അവ്വൽ 12-നാണ്. നിബിതങ്ങൾ വഫാത്താകുന്നതും റബീഉൽ അവ്വൽ 12-നാണ്. നിബിതങ്ങളുടെ ഉമ്മ മരിച്ചു കിടക്കുന്ന അബവാ മദീനയിലാണ്. യാത്ര കഴിഞ്ഞവരെ മരിച്ചു കിടക്കുന്നത് മദീനയിലാണ്. ഹബീബായ തങ്ങൾ മരിച്ചു കിടക്കുന്നതും മദീനയിലാണ്. അതെല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചയം, അള്ളാഹുവിൻ്റെ തീരുമാനം. ആ നബിതങ്ങളോടൊപ്പം അവിടുത്തെ ശഫാഅത്ത് കിട്ടി. നാളെ ഹബീബിൻ്റെ സ്വഹ്ബത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹുവെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ.